സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയായിൽ ഇന്ന് സങ്കീർത്തനം 56:13. ഞാൻ ദൈവസന്നിധിയിൽ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. According to Psalm 56:13, You have saved my life from death. You keep me safe so that I do not fall. As a result, I will serve you, God, as you give me a life to live here on earth. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുവരെയുള്ള നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ഭാരപ്പെട്ട, നമ്മൾ അനുഭവിച്ച, നമ്മൾ അഭിമുഖീകരിച്ച നിരവധി പ്രശ്നങ്ങളെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം ഒരുപക്ഷെ നമ്മൾ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ, ഒരുപക്ഷെ നമ്മൾ മറ്റു മനുഷ്യർ നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ ഈർഷ്യയോട് നമ്മളെ നോക്കി ഗർവോടുകൂടി നമ്മളോട് സംസാരിച്ച് നമ്മളെ ഇകഴ്ത്തി താഴ്ത്തുവാനായിട്ട്, നമ്മളെ താഴ്ത്തപ്പെടുവാനായിട്ട്, ഒറ്റപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ച അവസരങ്ങൾ, ഒരുപക്ഷെ നമ്മൾ തകർച്ചയിലായിരുന്നപ്പോൾ, സാമ്പത്തിക തകർച്ചയിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയപ്പോൾ, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജോലി മേഖലയിൽ തകർന്ന് തരിപ്പണമായപ്പോൾ, നമ്മുടെ കുടുംബ മേഖലയിൽ തകർന്ന് തരിപ്പണമായപ്പോൾ, ബന്ധുമിത്രാദികളോടുള്ള നമ്മുടെ ബന്ധത്തിൽ തകർച്ചയുണ്ടായപ്പോൾ, നമ്മൾ ഒറ്റപ്പെടുത്തിയപ്പോൾ, ഇങ്ങനെ പലവിധ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം പ്രയാസമുണ്ടായിട്ടും, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ടും, എന്തുമാത്രം നീറ്റലും ബുദ്ധിമുട്ടുകളും ദൈവമേ ഇന്നത്തെ ദിവസം കൊണ്ട് ഈ ഭൂമി തന്നെ, ഈ ലോകം തന്നെ ഇല്ലാതാകണമേ എന്ന് പ്രാർത്ഥിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ പരീക്ഷയിൽ തോറ്റ അവസരങ്ങൾ, ഇൻ്റർവ്യൂവിൽ തകർന്ന തരിപ്പണമായ അവസരങ്ങൾ, ഇങ്ങനെ നിരവധി മേഖലകളിലൂടെ നമ്മൾ കടന്നുപോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നും ഇല്ലാതായിരുന്നെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോയ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഈ അവസരങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ ഈ ഭാരത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഉറച്ചു നിന്നത് ഒരുപക്ഷെ ഈ ഒരു വചനത്തിൻ്റെ ശക്തമായ അനുഗ്രഹം കൊണ്ടായിരിക്കാം. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, ഈ പ്രതിസന്ധിയിലെല്ലാം ഉണ്ടായപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ നിലനിൽപ്പിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, ആരുടെ വചനങ്ങളെയാണോ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീർ കണങ്ങളെ എണ്ണി, നമ്മുടെ അലച്ചിലുകളെ എണ്ണി സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗത്തിലിരിക്കുന്ന ദൈവം, പിതാവായ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ എണ്ണി സൂക്ഷിച്ച് വെച്ച് നമ്മളെ കാത്തുപരിപാലിക്കുവാൻ, നമ്മളെ നിലനിൽക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഉണ്ടാകാതിരിക്കുവാൻ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ താങ്ങിപ്പിടിക്കുവാൻ നമ്മളെ എപ്പോഴും നമ്മൾ സ്നേഹത്തോടെ വീക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഈ വചനത്തിലൂടെ നമ്മളോട് ഇന്ന് പറഞ്ഞു വരുന്നു. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നു ആ കർത്താവിൽ ഞാൻ നിർഭയനായി ആശ്രയിക്കാൻ, നിർഭയനായി തുടരാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കുമെന്ന് ഈ വചനത്തിലൂടെ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഇന്ന് എവിടെ ഏതെങ്കിലും പ്രതിസന്ധിയിലോ പ്രയാസങ്ങളിലോ ദുഃഖങ്ങളിലോ ബുദ്ധിമുട്ടുകളിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവിടെ തമ്പുരാൻ നമുക്ക് ഒരു താങ്ങായി, ഒരു കൈപ്പിടിയായി, നമ്മൾ താഴെ വീണു പോകാതിരിക്കുവാൻ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നൊരു വിശ്വാസം ഈശോ നമ്മളെ ഇന്ന് പറഞ്ഞു തരികയാണ്. ഈ വചനങ്ങളിലൂടെ നമുക്ക് ഒരു സഹായകമായി, നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധിയിൽ, കഴിഞ്ഞ കാല പ്രതിസന്ധിയിൽ സഹായകനായി എപ്പോഴും നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവായ യേശുവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു.
ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുൻ